നമസ്കാരം. പ്രധാന വാർത്ത. വ്യാജ പോലീസ് ചമഞ്ഞ് തട്ടിക്കൊണ്ടുപോകൽ. നെയ്യാറ്റിൻകരയിൽ 4 അംഗ സംഘം പിടിയിൽ. നെയ്യാറ്റിൻകര തമിഴ്നാട് സ്വദേശികളായ വ്യാപാരികളെ പോലീസ് ചമഞ്ഞ് തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യത്തിനായി തടങ്കലിൽ പാർപ്പിച്ച സംഘത്തെ നെയ്യാറ്റിൻകര പോലീസ് പിടികൂടി. ഇന്ന് പുലർച്ചെ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് 4 പ്രതികൾ വലയിലായത്. സംഭവത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ. അതിർത്തിയിൽ വെച്ചുള്ള തട്ടിക്കൊണ്ടുപോകൽ. തമിഴ്നാട്ടിൽ നിന്ന് വ്യാപാരത്തിനായി കേരളത്തിലേക്ക് വരികയായിരുന്ന വ്യാപാരികളെ നെയ്യാറ്റിൻകരയ്ക്ക് സമീപം വെച്ച് സംഘം തടയുകയായിരുന്നു. വാഹനത്തിൽ പോലീസ് ബോർഡ് സ്ഥാപിച്ചും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ കാണിച്ചുമാണ് പ്രതികൾ വ്യാപാരികളെ വിശ്വസിപ്പിച്ചത്. തോക്കുചൂണ്ടി ഭീഷണി. പരിശോധന എന്ന വ്യാജേന കാറിൽ പ്രവേശിച്ച പ്രതികൾ വ്യാപാരികളെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി കടത്തിക്കൊണ്ടുപോയി. മർദ്ദനവും മോചനദ്രവ്യവും. തിരുവനന്തപുരം നഗരത്തിലെ ഒരു വാടക വീട്ടിൽ വ്യാപാരികളെ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ലക്ഷക്കണക്കിന് രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തു. പോലീസ് നടപടി. വ്യാപാരികളിൽ ഒരാൾ തന്ത്രപരമായി കൈമാറിയ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. പുലർച്ചെ 3 മണിയോടെ പോലീസ് സംഘം വീട് വളഞ്ഞ് പ്രതികളെ കീഴടക്കി. കടുത്ത നിയമനടപടികൾ. പ്രതികൾക്കെതിരെ ആൾമാറാട്ടം, വ്യാജരേഖ ചമക്കൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുറ്റങ്ങൾക്ക് 7 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്നതാണെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളെ സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്തുവരികയാണ്.